ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഞണ്ട് കറി വെച്ചാലോ. എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ അധികം ഇങ്ങനെ ഞണ്ട്, ഇത്ര വലിയ ഞണ്ടൊന്നും ഞാൻ കണ്ടിട്ട് പോലുമില്ല, വാങ്ങിയിട്ടുമില്ല. അമ്മയ്ക്കും എനിക്കൊന്നും ഇത് നന്നാക്കാൻ അറിയില്ല. പക്ഷേ ഇത് കൊണ്ടുവന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നാണ്. ഫ്രണ്ടിൻ്റെ പപ്പ കായലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നതാണ്. ഇതിനെ മഡ് ക്രാബ് എന്നാണ് പറയുക. വലിയ ഞണ്ടാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര വലിയ ഞണ്ട് കറി വയ്ക്കുന്നതും കാണുന്നതും. ഞണ്ട് നല്ല ടേസ്റ്റാണല്ലോ കഴിക്കാനായിട്ട്. അപ്പോൾ വെച്ച് നോക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സാധാ ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെയാണ് ഞാൻ വെക്കുന്നത്. എല്ലാം പകുതി ക്ലീൻ ചെയ്തിട്ടാണ് ഫ്രണ്ടിൻ്റെ മമ്മി കൊടുത്തു വിട്ടത്. അതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റി. 2 പ്രാവശ്യം കറി വെക്കാനുള്ളതുണ്ട്. അപ്പോൾ അതുകൊണ്ട് പകുതി എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. ബാക്കിയുള്ളതാണ് കറി വെക്കുന്നത്. ചെറിയുള്ളിയും സവോളയും എല്ലാം ഒരുമിച്ചാണ് ഇട്ടു. അതിനകത്ത് പച്ചമുളക്, ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് ആണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. നാട്ടിൽ നിന്ന് എല്ലാ പൗഡേഴ്സും കൊടുത്തുവിട്ടിട്ടുണ്ട്, മസാലയും എല്ലാ സാധനങ്ങളും കൊടുത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇവിടുത്തെ മുളക് പൊടി, മല്ലിപ്പൊടി ഒന്നും നമ്മുടെ നാട്ടിലത്തെ അത്ര ടേസ്റ്റൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പം ഉണ്ടാക്കുന്ന കറികളെല്ലാം കുറച്ച് നാളത്തേക്ക്, ഇനി ഒരു 6 മാസത്തേക്കുള്ള പൊടികളെല്ലാം വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ഉണ്ടാക്കുന്ന കറികളെല്ലാം നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്ത് സാധാ നമ്മൾ ഇടുന്ന പോലെ തന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ഇട്ടിട്ടുണ്ട്. എനിക്ക് അധികം എരിവ് ഇഷ്ടമല്ല, എരിവ് കുറച്ചാണ് ഇട്ടേക്കണേ. പക്ഷേ കുരുമുളക് പൊടി കുറച്ചധികം ഇട്ടിട്ടുണ്ട്. ഹെൽത്തിനും എല്ലാം നല്ലതാണല്ലോ ഞണ്ട് കറി. ബോൺസിനൊക്കെ ഭയങ്കര സ്ട്രെങ്ത്തൊക്കെ ആവുമെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നൊന്നും. കഴിച്ച് ശീലമുള്ളവർക്കറിയാം. എനിക്ക് ശീലമില്ല, ഇത് ഉണ്ടാക്കിയിട്ട് ശീലമില്ല, കഴിച്ചു ശീലമില്ല. മീൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും ഞണ്ടധികം വീട്ടിൽ മേടിക്കാറില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്നവർ അറിയാത്ത ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവില്ല. അതുകൊണ്ടാണ് കേട്ടോ പറയാത്തത്. ഇപ്പം ഞണ്ട് അതിനകത്തിട്ട് എത്ര സമയം വേവിക്കണം എന്ന് പോലും എനിക്ക് കറക്റ്റ് അറിയില്ല. അതുകൊണ്ട് ഞാൻ അതിനകത്ത് ഒരുപാട് വെള്ളം ഒഴിച്ച് ഒരു 3/4 മണിക്കൂറോളം നന്നായി വേവിച്ചിട്ടാണ് കഴിക്കുന്നത്. പിന്നെ ഞാനിവിടെ ഇങ്ങനത്തെ കറികളും മസാലകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇവിടുത്തെ എൻ്റെ എംപ്ലോയർക്കും വൈഫിനും അത്ര അധികം ഇഷ്ടമല്ല. പ്രത്യേകിച്ച് ഞണ്ടും മീനൊക്കെ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേകതരം സ്മെല്ലാണല്ലോ. പിന്നെ ഈ മസാലകളും കൂടി ആകുമ്പോൾ അവർക്ക് അതിൻ്റെ സ്മെല്ല് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കുക്ക് ചെയ്ത് ഇന്ന് തന്നെ കഴിക്കാൻ പറ്റുന്നൊന്നുമില്ല. കപ്പയും മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല. അതെല്ലാം ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസമാണ് എനിക്ക് കഴിക്കാൻ പറ്റിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിച്ചവർക്കറിയാം. ഞാനിത് കഴിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കപ്പയുടെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കിങ്ങനെ ഫുഡെല്ലാം ഞാൻ കഴിക്കാത്ത സാധനങ്ങൾ എൻ്റെ മക്കൾക്ക് കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനമാണ്. കഴിക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് കൊടുക്കാണ്ട് ഭയങ്കര ഒരു വിഷമമുണ്ട്. അപ്പോൾ